കവിത ഗോൾഡൻ ഡയമണ്ട്സ് പ്രസൻസ് പ്ലൂട്ടോ. ഇപ്പോൾ കാണാം സൈന പ്ലേയിൽ. ചെരുപ്പ് വന്നോളെ, ഇവിടെ ചുമകളോ അസർക്ക മോനോട് മാറുന്നോളാൻ പറയും. ടിൻഡോ മാറുന്നോളൂ. പ്രശ്നം നമ്മൾ തമ്മിലല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കല്ലേ, വെറുതെ സമയം കളണ്. ദസറ തൊപ്പി ഞാനല്ലടാ, അന്റെ വാപ്പടാ. നീ എന്നെ കടിക്കല്ലോടാ. അത് എന്റെ കോട്ടും തൊപ്പിയൊക്കെ എന്റെ കയ്യിൽ ഇരിക്കല്ലേ. അതൊക്കെ അവിടെ ഇട്രാ, എന്നിട്ട് നീ കൊണ്ടുവാ. എന്തിന് ഞാൻ നിർത്തണ്ടാ, കൊടുക്ക് ശരിക്കും. നീ എന്റെ നിന്റെ സംശയഭ്രാന്തൊന്നും ഞാൻ മാറ്റിത്തരാം. ആരാ പറഞ്ഞത് പട്ടിയാണെന്ന്? പാത്തുതാ, ആരാ പറഞ്ഞത് ആട് പട്ടിയാണെന്ന്? അഡ്വാൻസ് എടുത്ത് കൈ കയറി പിടിച്ചൊരു വേദാന്തം പറച്ചില് അപ്പോഴും ഞാൻ ഓർത്തതാ. എന്റെ ഇറച്ചി പട്ടിയുടെയാണെന്ന് ഈ പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇറച്ചി വേണ്ട, അത്ര പറഞ്ഞോളൂ. പിന്നെ നീ എന്ത് തേങ്ങയാണ് ഇറച്ചി ഏൽപ്പിച്ചത്? ഏൽപ്പിച്ചു, പിന്നെ പറഞ്ഞല്ലോ വേണ്ടാന്ന്. നിനക്ക് തോന്നുന്നു മാറ്റി പറയാനേ, അതിന് തൊണ്ടാണെന്ന് കടയല്ല. എന്താ ഇവിടെ ഒരു ബഹളം? നാളെ എന്റെ കല്യാണം ഒന്ന് കേട്ടെ, ഇതിനുള്ളതൊക്കെ ഓളോട് നമ്മൾ എണ്ണി എണ്ണി ചോദിക്കും. ഇന്റെ പേരും പറഞ്ഞ് ഓളെങ്കാണ് ഈ തൊട്ട. എന്താ നിങ്ങൾ തമ്മിൽ പ്രേമ? കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ഓളുടെ അടുത്ത് വരുവോ? ആനെന്ത് മര ഇവിടെടോ. നീ കണ്ടോടാ ഓളെ ഞാൻ എങ്ങനെ വളർത്തുന്നു. പുറത്ത് ഒരു ഞെരിങ്ങലൂടി കേൾക്കാണ്ട് ഓളെ ഞാൻ എങ്ങനെ ഒതുക്കുന്നു നീ കണ്ടോ? തൊട്ടാനെ കൊല്ലും പന്നി. ഇവൻ പ്രശ്ന പാത്തി എങ്ങനെ രക്ഷിക്കണം? എങ്ങനെ നോക്കട്ടെ, എന്തെങ്കിലും കടുങ്ക ചെയ്യേണ്ടി വരും. ഹലോ 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 മൈക്ക് ചെക്കിംഗ്. ഹലോ 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 മൈക്ക് ചെക്കിംഗ്. അതെ, ഇത് മതപ്രസംഗ പരമ്പരയല്ല. ഒന്ന് പെട്ടെന്ന് തീരുമാനിക്ക്, പോയിട്ട് പോത്തിനെ മറിക്കാനുള്ളതാ. എന്താണ് സുബൈറെ, ഇവിടെ ഒരു ജീവൻ മരണ പോരാട്ടം നടക്കുക. ഇതൊന്ന് തീരട്ടെ, എന്നിട്ട് പാടാ. ഉസ്താദെ, എനിക്കൊരു കാര്യം പറയാണ്ടേ. ആ സുബ്രഹ്മണ്യം പറയട്ടെ. ആ പറ സുബ്രഹ്മണ്യ. നമുക്കിപ്പോ നിലവിൽ ഈ വെന്തിറച്ചിയും പത്തിരിയും തിന്നിട്ട് പോരെ ചർച്ച. ആദ്യന്റെ മയ്യത്ത്, പിന്നെ വെന്തർച്ചി. അതെ, നമ്മൾ മൃഗങ്ങളെ പോലെ മാംസത്തിന്റെ പേരിൽ കടികൂടുന്നത് പ്രാകൃത ലോകത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ്. മോളടങ്ങണം. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ വഴിയെ കാണുന്നുള്ളൂ.
ഒന്നാമതായി പറയാനുള്ളത് ഹലോ ബാസില്ലേ? ഞങ്ങൾ പാടി കേൾപ്പിക്കാം. ഈ മൈക്കും കൂടെ കൊണ്ട. എന്റെ പൊന്നുസ്താദെ, എന്റെ പെങ്ങളെ കാര്യങ്ങളും ഓർത്ത് ഒന്ന് തീരുമാനാക്കി. ഞാൻ പറയാൻ തീരുമാനം. ഇവിടെ എത്ര ആൾക്കാരില്ലേ? എല്ലാരും കൂടി ഓരോ കിലോ ഇറച്ചി അങ്ങ് വാങ്ങിക്കട്ടെ. അപ്പൊ പിന്നെ പ്രശ്നം തീർന്നില്ലേ? അതൊന്നും നടക്കണ സമയത്ത് കെട്ടടക്കും. ഞങ്ങളെ കയ്യിൽ കാശില്ല ഇത്ര അന്യായം പിടിച്ച വിലക്കൊക്കെ അരച്ചു മേടിക്കാൻ. അതിന് വില പറഞ്ഞില്ലല്ലോ. ബഷീറേ, നിങ്ങൾ ഇറച്ചി മേടിച്ചാലും ശരി മേടിച്ചില്ലേലും ശരി, കല്യാണം നാളെ നടക്കും. വായന നാട് കടത്തും. ഇതൊന്നല്ല, ഇറച്ചി ചുളു വിലക്ക് കൈക്കലാക്കാനാ. ഞങ്ങൾക്ക് വേണ്ടാന്നേ, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ? ഭായിമാർക്ക് വേണ്ടെങ്കിൽ വേണ്ട. പ്രസിഡന്റ് വാങ്ങല്ലേ? അതെ മുജീബെ, ബായ്ക്കാരുടെ ഈ തീരുമാനത്തെ മാത്രം പള്ളി കമ്മിറ്റി അംഗീകരിക്കുന്നു. വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ നോക്കാം. ആ പറഞ്ഞത് ന്യായം. അതെ. അപ്പോ വിലയാണ് പ്രശ്നം. ശരി കബീറെ, എന്താണ് നിന്റെ ഇറച്ചിയുടെ വില? ഉസ്താദെ, കിലോക്ക് വെറും 750 ഉറുപ്പ്യ. നിങ്ങള് 750 ഇറച്ചി വാങ്ങാൻ തയ്യാറാണോ? ഇല്ല, ഒരു 250 ഉറുപ്പ്യക്കാതെ നോക്കാം. ആരാ പറഞ്ഞ 250? ആരാ 250 പറഞ്ഞത്? അല്ല, ആരോ ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞു. ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ വേറെ ആടെയും കൊണ്ട് വിറ്റോളി അല്ലേ? വെറുതെ കിട്ടിയ ആടിന് കോളം പടക്കം നിന്ന് പാർട്ടികള്. എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് വേണ്ട. ആരും ബഹളം വെക്കരുത്. ഞാൻ പള്ളിയിലെ ഖത്തീബ് എന്ന നിലയിൽ കാര്യമായൊരു കാര്യം പറയുകയാണ്. കിലോക്ക് 400 രൂപ വെച്ച് നാട്ടുകാരെടുക്കട്ടെ. 125 രൂപ മുജീബും എടുക്കട്ടെ. 125 രൂപ ഇറച്ചി വാങ്ങാൻ മധ്യസ്ഥം വഹിച്ച ഇസ്മയിലും എടുക്കട്ടെ. അങ്ങനെ ആകെ 650 രൂപ കബീറിന് കൊടുക്കുക. എല്ലാം സലാമത്താകട്ടെ. നീരുണ്ടോ? ചെറുതായിട്ട് നീരായി വരുന്നുണ്ട്. ഈ ഫോട്ടോഗ്രാഫറോട് പോയിക്കൊള്ളാൻ പറയും. ഈ തൊപ്പി കൂടി വെച്ചോ. ഒറ്റ തൊപ്പി. ഇറച്ചി വേണ്ടവര് 2-3 നിബന്ധനകൾ പാലിക്കണം. 1, കാശുറക്കം. 2, ക്യൂ പാലിക്കണം. 3, ഇറച്ചി വാങ്ങാൻ ചേമ്പിലെയോ വാഴയിലെയോ തേക്കിലെയോ മറ്റെന്തെങ്കിലും കൊണ്ടുവരണം. എന്നാൽ എല്ലാവരും ഇലകളോ മറ്റു സാധനമായി ഉടൻ വന്നോളി. ആദ്യം വരുന്നവർക്ക് ആദ്യം. എന്താടാ ഇവിടെ ഒരു അനക്കില്ലാത്ത? എന്റെ എല്ലാരും എന്ത് തേങ്ങയാടത്? ചൊറിയൻ ചെമ്പാർന്ന ബഷീറ കാടിച്ചു മറിച്ചു. വായനകത്ത് കുറച്ച് ഐസ് ഇട്ടാ ശരിയാവും. പിടിച്ചിട്ട് കിട്ടിയില്ല, പെട്ടെന്ന് പോയതിൽ പോയി. എന്ത് പറ്റിയതാടാ? നാസറിനെ ഞാൻ തല്ലി. എന്നിട്ട് നിനക്ക് എന്തിനു പറ്റിയാ? ആള് ഉമ്മമാരെ വെക്കട്ടേറി. എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ നിന്നെ കുറിച്ചൊന്നും ഓർത്തില്ല. ശരിക്കും കൊടുത്തു. നന്നായി. എന്നിട്ട് ആ കലി മൊത്തം നിന്റെ അടുത്ത് തീർക്കുന്ന അയാൾ പറഞ്ഞേ. ഇതെന്ത് മുത്ത്? എന്തിനു ചോദിച്ചാൽ അയാളെ തലക്ക് വെളിവില്ല. അതന്നെ ഫാത്തി, ഞാൻ ആലോചിച്ചിട്ട് അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. നീ ആലോചിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താ മതി. നമുക്ക് ഒളിച്ചോടിയാലോ? അപ്പൊ മുജീക്കായ റംലത്ത സപ്പോർട്ടാ. നീ ഇത് ഇങ്ങനെ കേറി സമ്മതിക്കും ഞാൻ വിചാരിച്ചാ? ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൊ ഇനി വാക്ക് മാറില്ലട്ടാ. എങ്ങോട്ടോടും? ബോംബെ. ബോംബെയിലാരാ? ആര്? നമുക്ക് എങ്ങോട്ടും ഓടണ്ടേ? എന്റെ ഫാത്തി, ഇത്രേ ഉള്ളൂ. നമ്മള് ഇവിടുന്ന് ഓടി പെരുമാനി കവലയിൽ എല്ലാവരും കാണോടുത്ത് തന്നിരിക്കണം. അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നിട്ട് നമ്മളെ കണ്ട് ഇങ്ങോട്ട് കൂട്ടി കൊടുന്നോളൂ. ഓടിച്ചോടിന്നറിഞ്ഞ നാസർ പിന്നെ കെട്ടൂല. അത് കട്ടായ മതി. അത് മതി. പക്ഷെ ഞാൻ അബി, ഇനി നീ ഓരോന്ന് ആലോചിച്ച് കൂട്ടിട്ട് കാല് മാറില്ലേട്ടാ. നീ ഇതിങ്ങനെ പറഞ്ഞ ഈ വെള്ളത്തിന്റെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ ഒളിച്ചോടാനാ? ഇനി ഇതെന്ന് തീരും ഈ ഒടുക്കത്തെ ഇറച്ചിപ്രാന്ത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്
നിങ്ങൾ അതിലേ വന്ന് ഇസ്മായിലിന് കാശും കൊടുത്ത് ഒപ്പിട്ടിട്ട് ഇതിലേ വന്ന് കബീറിനോട് ഇറച്ചിയും വാങ്ങി അതിലേ പോവുക. ഇപ്പൊ മനസ്സിലായില്ലേ? അത് പൊക്കോട്ടമ്പുട്ടി, എനക്കൊന്നും അറിയാൻ പാടില്ല. ഒട്ടിപ്പൊല്ലി. ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ സൂര്യനായിരിക്കും. ആ എടാ, നീ കരണ്ട് കളിയണ തക്കം നോക്കി ഞങ്ങൾ ഓടിക്കോളാം. നീ മുങ്ങിക്കോ. നീ എന്തിനാടാ ഈ നാട്ടിക്ക് വന്നേ? എന്റെ ശവം കാണാനാ? അപ്പൊ എന്റെ അവസ്ഥ, ഞാനിവിടെ നിന്ന് ഓടിപ്പോയുള്ള പുകില്. ഓ എന്റെ ഉമ്മമാര്, ഞാൻ ഒന്നും ഓർക്കുന്നില്ല. ഓർത്താ ഒന്നും നടക്കൂല. എല്ലാം വരുന്നോടത്ത് വെച്ച് കാണാം. അത്രേ ഉള്ളൂ. നായ്ക്കളെല്ലാം അവിടെ എന്റെ പെങ്ങളെ കല്യാണം. ഈ പ്രശ്നത്തിലെല്ലാം കാരണം ഭായിയുടെ ശാപമാണ്. അതെ അതെ അതെ, അതെന്റെ വാങ്ങിട്ട് എടുത്ത് പോയി പറഞ്ഞാൽ മതി. ഈ വാണക ഇറച്ചി വാങ്ങി വീട്ടിൽ പോകാൻ നോക്കും. ഇത് വിക്കണില്ലേ? ഇതിന് ത്രാസ് വരണ്ടേ? ഈ പെരുമാനിൽ ഇത്രയും കല്യാണങ്ങൾ നടന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇത് ബായിന്റെ ശാപം. എന്തേത്താണ്ടത് ഒലക്കാണ്. ഉക്രി കണ്ടോ? നാളെ കെട്ട് കഴിഞ്ഞാൽ ആ ബായ ഞാൻ ആദ്യത്തെ ട്രെയിൻ ഞാൻ കയറ്റി. ഒറ്റൊരുത്തനാ. എനിക്കിവിടെ ഒറ്റ ഒരുത്തനെ വിശ്വാസമല്ല. അത് എന്റെ ഷെയർ കിട്ടെടുക്കുക. എന്നിട്ട് മതി വിൽപ്പന. ഇടുക്ക് ഇടുക്കെന്ന് പറഞ്ഞാൽ തരാൻ വേണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ട് തരാം. 2 ദിവസം കഴിഞ്ഞിട്ടോ? കാശെടുക്കല. എന്നാ ഈ മേടിക്ക്. എടുത്തോണ്ട് പോടാണ്ട് മറ്റോടത്തെ ഇറച്ചി. ഇത് അവസാനത്തെ ചാൻസ്. La la la